ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേൾഡിൽ ടാലൻറ്റ് കൊണ്ടല്ല ജയിക്കുന്നത്, കൺസിസ്റ്റൻസി കൊണ്ടാണ് ജയിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് എടുക്കുന്നതാണ് ശരിക്ക് അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്നത്. സോ ഞാനിന്ന് പറയുന്നത് അൺസ്റ്റോപ്പബിളിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മളെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിപ്പോൾ എന്നെയും കൊണ്ട് തീരുമോ, ഞാൻ ഇന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതെനിക്ക് നാളത്തേക്ക് തീർക്കാൻ കഴിയുമോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇപ്പോൾ ഈ പഠനം എന്നല്ല, എന്ത് കാര്യമാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല സംശയമായിരിക്കും നമുക്കുണ്ടാവുക. ഇതെനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരിക്കും ഉണ്ടാവുക. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുകയാണ്. ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതെന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ കഴിയുമോ എന്നിങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് ഭയങ്കര സംശയമായിരിക്കും. ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കമ്പയർ ചെയ്യുകയാണ്. അവനിക്ക് നല്ല മാർക്കുണ്ട് അല്ലെങ്കിൽ അവൾക്ക് നല്ല മാർക്കുണ്ട്, എനിക്കെന്താ അതുപോലെ മാർക്ക് വാങ്ങാൻ കഴിയാത്തത്, ഞാൻ അവനേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ മാർക്കിന്റെ കാര്യത്തിൽ ഞാൻ അവനേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടെങ്കിലും മാർക്കിന്റെ കാര്യത്തിൽ അവനേക്കാൾ ബാക്കിലാണല്ലോ എന്ന് നിങ്ങൾ സ്വയം ഇരുന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ടാലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ ജന്മന പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ജന്മന പഠിക്കാനുള്ള കഴിവുള്ള കുട്ടിയായതുകൊണ്ട് നിങ്ങൾ ടോപ്പേഴ്സ് ആവുകയാണ്. എക്സാമിനായാലും എന്ത് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് 100 മാർക്ക് വാങ്ങുകയാണ്. നിങ്ങൾ അങ്ങനെ മാർക്ക് വാങ്ങുന്ന സമയത്ത് എല്ലാവരും നിങ്ങളെ പറ്റിയിട്ട് നല്ലത് പറയും. മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നിങ്ങനെ പറയുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവുകയാണ്. അതായത് തോൽക്കാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വിജയം കാണാൻ കഴിയുകയാണ്. നേരെ മറിച്ച് ടോപ്പേഴ്സ് അല്ല, ഒരു ടാലന്റും ഇല്ല, ഒന്നിനും കഴിയില്ല, സ്മാർട്ടല്ല എന്നുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ എക്സാമിൽ ആദ്യം ഫെയിലായി, പിന്നെ എക്സാം എഴുതി അതിലും ഫെയിലായി, പിന്നെയും എഴുതി ഫെയിലായി. ലാസ്റ്റത്തെ എക്സാമിൽ അവൻ കഷ്ടിച്ച് മാർക്ക് വാങ്ങി അവൻ പാസ്സായി. പക്ഷേ അവനെ പറ്റിയിട്ട് അപ്പോഴും ഒന്നും പറയുന്നില്ല. അവൻ പാസ്സായി, പക്ഷെ പാസ്സായാൽ പോലും അവനെ പറ്റിയിട്ട് ആളുകളൊന്നും പറയുന്നില്ല. അതായത് ഇപ്പോൾ ഇവനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല ആളുകൾ. അപ്പോഴും ഇവനെ പറ്റി പറയുന്നത് എന്താ, അവൻ 3-4 വട്ടം തോറ്റുപോയി, അതുകൊണ്ട് വീണ്ടും ലാസ്റ്റ് എങ്ങനെയും കഷ്ടിച്ച് പാസ്സായി പോയതാവും, അവനൊരു കഴിവുമില്ല, ഒന്നിനും കഴിവില്ല, ഒരു ടാലന്റ് ആയിട്ടുള്ള കുട്ടിയല്ല, കഷ്ടിച്ച് പാസ്സായതല്ലേ, അവൻ്റെ മണ്ടൊന്നും വർക്കാവുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെ അവനെ പറ്റിയൊന്നും നല്ലതൊന്നും ആളുകൾ പറയുന്നില്ല. ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുത്താൽ, അതായത് ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇപ്പൊ ഡോക്ടറുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു MBBS പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിർത്താം, എന്നോട് പറ്റില്ല, കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. അതായത് ഇത് എന്നെയും കൊണ്ടൊന്നും കൂടിയതല്ല, എനിക്കിത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കില്ല. എല്ലാ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചില ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ടാവും അവർക്ക്. ആ ഒരു വർക്ക് പ്രഷർ മൂലം ഇവരിങ്ങനെ ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പക്ഷെ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട സാഹചര്യത്തിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിത് നിർത്താനാണ് തോന്നുന്നത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരും തോറ്റ് പിന്മാറുന്നവരും തമ്മിലുള്ള ഒരേ വ്യത്യാസമേ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയായിരിക്കും അവരുണ്ടാവുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നിലും ഫെയിൽ ആയിട്ടില്ല എന്ന്? നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ, നിങ്ങളുടെ റോൾ മോഡൽ, നിങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിലൂടെ, നിങ്ങൾ അനുഭവിച്ച മൊമെന്റ്സിലൂടെ അവരും ആ ഒരു സിറ്റുവേഷനിലൂടെ അവരും കടന്നുപോയവരായിരിക്കും. അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രമായിരിക്കും ചിന്തിക്കുക. എനിക്ക് മാത്രമാണ് ഇങ്ങനെ, വേറെ ആർക്കും ഇങ്ങനെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കാര്യം മാത്രമേ നിങ്ങൾ നോക്കുള്ളൂ. പക്ഷേ പുറത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരും നിങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിലൂടെ മാത്രമായിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആക്ടർ, അയാൾ ആ ഒരു ആക്ടറായി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ തോൽവിയൊക്കെ കടന്ന് അതിൽ നിന്നും വിജയിച്ച് വന്നവരായിരിക്കും. അല്ലാതെ ആദ്യം തന്നെ വിജയിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വിജയിച്ച് വന്നവരാവില്ല. അവർക്കും തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, ലാസ്റ്റത്തെ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മാർക്ക് കുറഞ്ഞത് കൊണ്ട്
നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ വീഡിയോയിലൂടെ ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞ, അതായത് ലാസ്റ്റത്തെ എക്സാമിൽ ഒരു മാർക്ക് കുറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ നല്ല പ്രഷർ ഉണ്ടായിരിക്കാം. വീട്ടുകാർ വേറെയുള്ള ആൾക്കാരെ, അതായത് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും നിങ്ങളെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അതെങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഹൈലൈറ്റ്സ് റീൽസ് നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കാം. ബിക്കോസ് എനിക്ക് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, നേരിട്ടൊരു പരിചയം പോലും എനിക്ക് നിങ്ങളോട് ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അറിയാം, നിങ്ങൾ തോൽക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല, ഒരിക്കലും നിങ്ങൾ തോറ്റു കൊടുക്കാൻ കരുതിയിട്ടുമുള്ള ആളുകളുമല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റീൽസ് കണ്ട് നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് മാറണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇപ്പൊ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ മാറണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ഒരുപാട് പേര് മാറിയിട്ടൊരു കാര്യമില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉള്ളത് കൊണ്ടാണ്. എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് ജോലി ഉണ്ടാവും, ആ ജോലിയിലേക്ക് നോക്കി നിങ്ങൾ ഇത് ചെയ്ത് തീർക്കണം എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കും. അതുപോലെ തന്നെ പുതിയ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴും അത് നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. എങ്ങനെ തുടങ്ങാം, എവിടുന്ന് തുടങ്ങാം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കാനിരുന്നാൽ പഠിച്ചു തീർക്കണം എന്നുള്ള ചിന്ത ഉള്ളവരും ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ആളുകള് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 6 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ 6 കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഇതെനിക്ക് കഴിയുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരെ തിരിച്ചും ചിന്തിക്കാം. എന്നെ കൊണ്ട് പറ്റും, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്, ആ ലക്ഷ്യം എത്തുന്നത് വരെ ഞാൻ പോരാടും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമാണ്, ലൈഫ് ഈസി അല്ല, വിൻ ചെയ്താൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന, അതായത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ വിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ്, ഡ്രീം ഉണ്ടെങ്കിൽ സാക്രിഫൈസ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ഡ്രീം ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സ്ലീപ്പ്, കംഫർട്ട്, അതുപോലെ തന്നെ ടൈം, ഇതെല്ലാം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ കാര്യമാണ്, മോട്ടിവേഷൻ കാത്തു നിൽക്കാതെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങൾ മോട്ടിവേഷൻ ഒരിക്കലും നിങ്ങൾ കാത്തു നിൽക്കരുത്, നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യമാണ്, ഓതേഴ്സ് പറയുന്നത് ഇഗ്നോർ ചെയ്യുക. അതായത് ആളുകൾ നിങ്ങളെപ്പറ്റി പലതും പറയും, വേസ്റ്റ് ആണ്, നിനക്കിത് പറ്റില്ല എന്നൊക്കെ നിങ്ങളോട് ആളുകൾ പറയും. പക്ഷേ അതിനൊക്കെ നിങ്ങൾ പോരാടാം, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്, വേറുള്ളവർ പറഞ്ഞിട്ടല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. മറ്റുള്ളവരല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്, നീയാണ് നിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് ഒരിക്കലും നീ കേൾക്കരുത്. അഞ്ചാമത്തെ കാര്യമാണ്, ഫെയിലിയർ ലിസൺ എൻഡ് അല്ല, തോൽവി അവസാനമല്ല, അത് നിങ്ങളെ ശക്തമാക്കുന്ന ഒരു പാഠമാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യമാണ്, ടുഡേ പെയിൻ ടുമാറോ പ്രൈഡ്. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങൾക്ക് അതൊരു അഭിമാനമാക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടാവും, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാവും. യു ആർ യുവർ നെക്സ്റ്റ് ഡിസിഷൻ, യു ആർ യുവർ നെക്സ്റ്റ് ആക്ഷൻ, യു ആർ യുവർ നെക്സ്റ്റ് ചോയ്സ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാൻ എവിടെ എത്തേണ്ട ഒരാളാണ്, എങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് നിറവേറ്റാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങളും ചെയ്യണം, എവിടുന്ന് ഞാൻ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ
തുടർന്ന് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നത് നിർത്താം, തടയാൻ പറ്റുന്നത് തടയും ചെയ്യാം. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 6 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.